കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ശക്തിക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവനായി മാറ്റാൻ കഴിയുമോ? യേശു പറഞ്ഞു കഴിയും. അതുകൊണ്ടാണ് യേശു ദൈവരാജ്യത്തെ പുളിയോട് ഉപമിച്ചത്. മത്തായി സുവിശേഷം 13:33 യേശു പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇവിടെ യേശു പറയുന്ന കാര്യം വളരെ ആഴമുള്ളതാണ്. പുളി മാവിൽ ചേർത്താൽ, അല്ലെങ്കിൽ അല്പം പുളിച്ച മാവ് ബാക്കിയുള്ള മുഴുവൻ മാവിൽ ചേർത്താൽ ആദ്യമൊന്നും വലിയ വ്യത്യാസം കാണില്ല. പക്ഷേ അത് ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നിശബ്ദമായി, പതുക്കെ, അദൃശ്യമായി. ഒടുവിൽ മുഴുവൻ മാവും മാറും. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം. ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ആദ്യം പുറത്തുള്ള മാറ്റമല്ല സംഭവിക്കുന്നത്, അകത്താണ് മാറ്റം തുടങ്ങുന്നത്. ഒരു ദിവസം നമ്മൾ ദൈവവചനം കേൾക്കുന്നു, ഒരു ദിവസം പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കും, ഒരു ദിവസം യേശുവിനെക്കുറിച്ചൊരു പുതിയ സത്യം നമുക്ക് മനസ്സിലാകും. പുറത്ത് വലിയ മാറ്റമൊന്നും കാണില്ല, പക്ഷേ അകത്തെന്തോ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. പതുക്കെ നമ്മുടെ ചിന്താഗതി മാറാൻ തുടങ്ങുന്നു, നമ്മുടെ സംസാര രീതി മാറുന്നു, നമ്മുടെ തീരുമാനങ്ങൾ മാറുന്നു, നമ്മുടെ മുൻഗണനകൾക്ക് വ്യത്യാസമുണ്ടാകുന്നു, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം മാറുന്നു. കാരണം അകത്ത് ദൈവരാജ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മതവും ദൈവരാജ്യത്തിൻ്റെ ഇടപെടലും തമ്മിൽ വ്യത്യാസമുണ്ട്. മതം പലപ്പോഴും പറയുന്നത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്. പക്ഷെ ദൈവരാജ്യം പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ് മനുഷ്യനെ മാറ്റുന്നത്. ഹൃദയം മാറുമ്പോൾ ചിന്ത മാറും, ചിന്ത മാറുമ്പോൾ ജീവിതം മാറും, ജീവിതം മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും സ്വാധീനിക്കപ്പെടും. അതുകൊണ്ടാണ് ദൈവരാജ്യം ആദ്യം നമ്മിൽ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ലെന്ന് കരുതി നിരാശപ്പെടരുത്. പുളി മാവിനുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷേ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നീ ഇന്ന് കാണാത്ത മാറ്റം നാളെ നിൻ്റെ ജീവിതത്തിൽ പ്രകടമാകും. യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക, എല്ലാം പുളിച്ചു വരുവോളം. ഒരു ഭാഗം മാത്രമല്ല, എല്ലാം. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം, എല്ലാം. ദൈവരാജ്യം പുറത്തു നിന്ന് നമ്മളെ മാറ്റുന്നില്ല, അകത്ത് നിന്നാണ് നമ്മളെ മാറ്റുന്നത്. അതാണ് പുളിയുടെ ഉപമയിലെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം.